നമസ്കാരം. സഖാക്കൾ ക്ഷേത്രവും ക്ഷേത്ര സ്വർണവും ഒക്കെ കൊള്ളയടിച്ചു എന്ന് പാട്ടുണ്ടാക്കുന്നതാണ് പ്രശ്നം. അത് ചെയ്യുന്നതിന് ഒരു കുഴപ്പവുമില്ല. ക്ഷേത്രങ്ങളിൽ നിന്ന് വിവിധ ക്ഷേത്രങ്ങളുടെ ഭൂമികൾ ഒക്കെ തന്നെ പുറമ്പോക്കാക്കി മാറ്റി ഏക്കർ കണക്കിന് ഭൂമി സഖാക്കളും സർക്കാരും ചേർന്ന് ദേവസ്വം ബോർഡും ഒക്കെ ചേർന്ന് അന്യാധീനപ്പെടുത്തുകയും കൊള്ളയടിക്കുകയും ചെയ്തതായുള്ള റിപ്പോർട്ട് നേരത്തെ ഒരു 1.5 മാസം മുമ്പ് അതിന്റെ വാർത്തകളും വിശദാംശങ്ങളും വന്നിരുന്നു. പക്ഷേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വന്നതുകൊണ്ട് ഇത് മുങ്ങിപ്പോവുകയാണ് ചെയ്തത്. എന്തൊക്കെയായാലും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അഴിമതിയുടെ കൂത്തരങ്ങാണ് മാറി മാറി വന്ന ദേവസ്വം ബോർഡുകളും ഉദ്യോഗസ്ഥരും ഇത് നയിച്ച സഖാക്കളും. കാരണം കഴിഞ്ഞ 2 ടേണായിട്ട് CPM ആണല്ലോ ഭരിക്കുന്നത് കേരളം. CPM നേതൃത്വത്തിൽ LDF ആണല്ലോ ഭരിക്കുന്നത്. അപ്പം സഖാക്കൾ തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. കിട്ടുന്നിടത്തോളം എല്ലാം ഇങ്ങി പോരട്ടെ എന്നുള്ള ഒരു ആവേശത്തോടെ ക്ഷേത്രഭൂമികൾ കൊള്ളയടിച്ച് തിന്നുകയായിരുന്നു ഈ സഖാക്കൾ എന്ന് വെളിവാക്കുന്ന റിപ്പോർട്ടുകളാണ് അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പുറമ്പോക്ക് ഭൂമി എന്ന് രേഖപ്പെടുത്തി ക്ഷേത്രങ്ങളുടെ ഭൂമി സംസ്ഥാന സർക്കാർ കൊള്ളയടിക്കുന്നതിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൊല്ലം ജില്ലയിൽ 2.4 ഏക്കർ സ്വന്തമായുള്ള ദേവസ്വം ക്ഷേത്രവും പുറമ്പോക്കാക്കി മാറ്റി. കൊല്ലം ചവറ മായായക്ഷിക്കാവ് ക്ഷേത്രമാണ് സർക്കാർ പുറമ്പോക്കിൽ എന്ന് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത്. അതുപോലെ തന്നെ ഈ കാവ് ക്ഷേത്രത്തിന് ഉണ്ടായിരുന്നത് 2.4 ഏക്കറാണ്. റീസർവേയിൽ ഇത് 79 സെന്റായി കുറഞ്ഞു. 1.25 ഏക്കർ കാണാതായി. ഇതിൽ 63 സെന്റ് ഭൂമിയിൽ സ്വകാര്യ കയ്യേറ്റം നടത്തി. ഇതൊന്നും വെറുതെ നടക്കില്ല. ഇത് ഒരു റിപ്പോർട്ട് മാത്രമാണ്. ഇത്തരത്തിൽ നിരവധി ക്ഷേത്രങ്ങളുടെ ഭൂമികൾ പുറമ്പോക്കാക്കി മാറ്റി പലർക്കും വേണ്ടപ്പെട്ടവർക്ക് സഖാക്കന്മാർക്ക് പതിച്ചു കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രത്യേകിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രഭൂമി വല്ലവരും കയ്യേറിയിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഒരു 10 കൊല്ലം കരമടച്ച് കഴിയുമ്പോൾ ഇത് ഇവന്റെ ഭൂമിയായി മാറും. പുറമ്പോക്ക് ഭൂമിയാക്കി മാറ്റി കയ്യേറ്റം നടത്തി സഖാക്കൾക്ക് വേണ്ടപ്പെട്ടവർക്ക് എല്ലാം പതിച്ചു കൊടുക്കുകയാണ്. ക്ഷേത്രഭൂമി, ഭക്തന്റെ ഭൂമി, അല്ലെങ്കിൽ ആ ഒരു ചൈതന്യത്തിന്റെ ഭൂമി. ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും BJPയും അല്ലെങ്കിൽ RSS പ്രവർത്തകരൊന്നും ഇതൊന്നും അറിയുന്നില്ല. ഇതൊക്കെ അന്വേഷിക്കട്ടെ. ഇത്തരത്തിൽ ഇവിടെ ക്ഷേത്രങ്ങളെ തകർക്കാൻ പല പരിപാടികളുമായി ഇറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം എടവണ്ണ മഹാവിഷ്ണു ക്ഷേത്രം എങ്ങനെ തകർക്കും പാട്ട് വെച്ചതാണ്. എങ്ങനെ തകർക്കും, എങ്ങനെ പൊളിക്കും എന്നാലോചിച്ച് കോൺഗ്രസ്സുകാരാണ്, UDFകാരും ലീഗുകാരും ഒക്കെയാണ്, മതഭീകരവാദികളാണ് അവിടെ പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്തത്. ഇവിടെ ക്ഷേത്രഭൂമി അടിച്ചു മാറ്റുകയാണ് CPMഉം ഇടതുപക്ഷവും ചെയ്യുന്നത്. എങ്ങനെ കളിച്ചാലും ഫലം ഒന്ന് തന്നെ. ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങൾക്ക് ഒക്കെ ഇപ്പോൾ ഭൂമി വെറും ശുഷ്കമാണ്. ഇതുപോലെ ഈ പുറമ്പോക്കാക്കി മാറ്റി ക്ഷേത്രഭൂമി അല്ലാത്ത ഭൂമിയും എല്ലാം പതിച്ചു മേടിക്കുകയും പതിച്ചു കൊടുക്കുകയും കള്ളപ്പട്ടയമുണ്ടാക്കി വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പരിപാടി ഇവിടെ യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരന്വേഷിക്കാൻ, ആര് പറയാൻ, ആര് പരാതി കൊടുക്കാൻ? കേരളത്തെ മൊത്തം ഈ സഖാക്കന്മാരെല്ലാം കൂടി വിറ്റ് തിന്നാൽ പോലും ഇവിടെ ആരും ഒന്നും മിണ്ടില്ല. അത് പുതിയൊരു പദ്ധതിയാണ്. കേരളത്തെ വിൽക്കുക എന്നതൊരു പുതിയ പദ്ധതിയാണ് എന്ന് പറഞ്ഞ് അതിനെയും ന്യായീകരിക്കാൻ ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് നാണക്കേട്.